നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ പശ്ചിമേഷ്യയിലേക്കുള്ള യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും വിന്യാസം വേഗത്തിലാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്ക. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് ഈ മേഖലയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ഓസ്റ്റിന്റെ ഉത്തരവ്. ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുക. ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹാനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ സാധ്യതകളിലേക്ക് തള്ളിവിട്ടത്. കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രായേലാണെന്ന് ആരോപിച്ച ഇറാൻ ഹാനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്നാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. കൂടാതെ ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷുക്കാറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു. ഇത് ഹിസ്ബുള്ളയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഹാനിയയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ഭയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നിരുന്നാലും നേരിട്ട് ആക്രമണം നടത്താൻ ഇറാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ദിവസങ്ങൾക്കുള്ളിൽ ഇത് സാധ്യമാകുമെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇറാന്റെ നിലപാടിനെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ വിലയിരുത്തലിലെ മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് US മാധ്യമമായ ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിൽ റവല്യൂഷണറി ഗാർഡുകളും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ ഹനിയയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തെക്കുറിച്ച് ഒരു ആഭ്യന്തര സംവാദം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. റവല്യൂഷണറി ഗാർഡുകൾ കടുത്ത പ്രതികാരത്തിനായി പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ ഇത് ഒഴിവാക്കണമെന്നാണ് പെസഷ്കിയാൻ സമ്മർദ്ദം ചെലുത്തുന്നതായും റിപ്പോർട്ടുകൾ വരുന്നത്. ഗാസയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച ചർച്ചകളും വിളിച്ചിട്ടുണ്ട്. കൂടുതൽ യോഗങ്ങളിലേക്ക് പോകുന്നതിന് പകരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ഉപാധികൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്നാണ് ഹമാസിന്റെ പക്ഷം. ചർച്ചാ പ്രക്രിയയിലുടനീളം തങ്ങൾ അനുകൂല സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലിനാണ് താൽപര്യമില്ലാത്തതെന്നും അവർ ആരോപിച്ചു. ഗാസയിൽ നിന്ന് ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ വലിയ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. ഗാസ സിറ്റിയിലെ അൽതാബിൻ സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ ജനസംഖ്യയുടെ ഏകദേശം 1.8% ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതിൽ 75% 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അഭയകേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ പലസ്തീനുകളെ ഒഴിപ്പിക്കൽ ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു. റോക്കറ്റ് പ്രയോഗിച്ചതായി സൈന്യം പറഞ്ഞ ഇസ്രായേൽ പ്രഖ്യാപിച്ച മാനുഷിക മേഖലയുടെ ഭാഗം ഉൾപ്പെടെ ഖാൻ യൂണിസിലെ പ്രദേശങ്ങൾക്ക് ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ബാധകമാണ്. 2.3 ദശലക്ഷം വരുന്ന ഗാസയിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും യുദ്ധം മൂലം പലതവണ പലായനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 40,000-തോട് അടുക്കുന്നതായി ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.